കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയിൽ മൂന്നാം സീറ്റ് നൽകാനില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. പകരം ഒഴിവ് വരുന്ന രാജ്യസഭയിൽ 2 സീറ്റ് കൊടുക്കാമെന്ന് അറിയിച്ചു. ലീഗിൻ്റെയും ഉദ്ദേശം അതായിരുന്നു. ലീഗ് ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗ് സംതൃപ്തരെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. ചർച്ചയിൽ കോൺഗ്രസും ലീഗും സംതൃപ്തരാണ് പോലും. നെഗറ്റീവായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്നാൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നടക്കില്ല. എല്ലാവരും വളരെ പോസിറ്റീവാണെന്ന് വി ഡി സതീശൻ വെച്ചങ്ങ് കാച്ചി. അതിനിടെ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനും അറിയിച്ചു. ഇതോടെ പ്രതിസന്ധി അയഞ്ഞു. അധികമായി 1 രാജ്യസഭാ സീറ്റ് നൽകുമെന്നാണ് വാഗ്ദാനം. എത്രയോ വർഷത്തെ ബന്ധമുള്ള സഹോദര പാർട്ടികളാണ് മുസ്ലിം ലീഗും കോൺഗ്രസും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടിയാണ്. മുന്നണിയിലെ 2ാമത്തെ പ്രധാന കക്ഷിയാണ് ലീഗ്. അതനുസരിച്ച് ഭംഗിയായി ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യവും ഞങ്ങൾ പറഞ്ഞ കാര്യവും പരസ്പരം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചയാണ് നടന്നത്. ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം എത്തിയ ശേഷം മറ്റന്നാൾ ചർച്ച നടക്കും. ഫൈനൽ തീരുമാനം അന്നുണ്ടാകും. ചർച്ച വളരെ ഭംഗിയായി പൂർത്തിയായെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഈ വർഷവും അടുത്ത വർഷവും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകൾ ലീഗിന് കൊടുക്കാമെന്നാണ് സതീശൻ്റെയും സുധാകരൻ്റെയും വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതോടെ 2026 ശേഷവും അബ്ദുൽ വഹാബിന് രാജ്യസഭയിൽ തുടരാനാകും. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ലീഗ് എന്ത് ചോദിച്ചാലും കോൺഗ്രസ് കൊടുക്കുമെന്നുള്ളതാണ്. ലീഗ് സമ്മർദ്ദം ചെലുത്തിയാൽ കോൺഗ്രസ് വഴങ്ങും. വഴങ്ങാതിരിക്കാൻ പറ്റില്ല. നേരത്തെ 5ാം മന്ത്രി മുതൽ തുടങ്ങിയതാണ്. അന്ന് ഉമ്മൻചാണ്ടിയെ മുൾമുനയിൽ നിർത്തിയാണ് 5ാം മന്ത്രി സ്ഥാനം വാങ്ങിച്ചെടുത്തത്. എന്തെല്ലാം കോലാഹലങ്ങൾ അന്നുണ്ടാക്കിയെന്നറിയാമോ? അതിനെല്ലാം മൗനമായി നിന്നു കൊടുക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക്. ആ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഇന്നും പൊറുക്കില്ല. അല്ലെങ്കിൽ 2 MLA-മാരുടെ ഭൂരിപക്ഷത്തിലുള്ള UDF സർക്കാർ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ നിലംപൊത്തും. അധികാരം നിലനിർത്താൻ വഴങ്ങിയേ പറ്റുമെന്ന സാഹചര്യം ലീഗ് സൃഷ്ടിച്ചെടുത്തു. ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ പോയി ചൊറിയും കുത്തിയിരിക്കും. ഈ സന്ദേശമാണ് ലീഗുകാർ പറഞ്ഞത്. ഈ വാക്കുകളാണ് ലീഗുകാർ പറഞ്ഞത്. ഉമ്മൻചാണ്ടി അവസാനം തീരുമാനമെടുത്തു. ഒരുപാട് ആലോചിച്ചു. അവസാനം തീരുമാനമെടുത്തു താനായി ഒരു മന്ത്രിസഭ മറിച്ചിടണ്ട എന്ന്. അതിനെ താൻ കരുവാവണ്ടെന്ന്, അതിന് താൻ കോടാലിയാകണ്ടെന്ന്. ഒടുവിൽ ഒരു വാക്കുപോലും മിണ്ടാതെ നിശബ്ദമായി തലകുലുക്കി സമ്മതിച്ചു. എഗ്രിമെന്റിൽ ഒപ്പിട്ടു. ആ തന്ത്രമാണ് ഇപ്പോഴും പ്രയോഗിച്ചത് ലീഗ്. അന്ന് ഭരണമില്ലെങ്കിലും വേണ്ടില്ല, 5ാം മന്ത്രിസ്ഥാനം കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു നേതാവ് പോലും കോൺഗ്രസിലുണ്ടായില്ല. എല്ലാവർക്കും ഭരണമായിരുന്നു വേണ്ടത്, അധികാരമായിരുന്നു വേണ്ടത്, അധികാരത്തിന്റെ ശീതള ഛായയാണ് വേണ്ടത്. മോൻ മരിച്ചാലും മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതി. ഇപ്പോഴും വേണമെങ്കിൽ 2 സീറ്റിൽ മത്സരിച്ചാൽ മതി എന്ന നിലപാട് കോൺഗ്രസ് എടുത്തിരുന്നുവെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. തലയുയർത്തി നിങ്ങൾക്ക് നിൽക്കാമായിരുന്നു. വഴങ്ങില്ലെന്ന് കണ്ടാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടേനെ. അതെങ്ങനെ? അധികാരമല്ലേ സതീശനും സുധാകരനും വേണ്ടത്. പാവപ്പെട്ട പ്രവർത്തകരുടെ വികാരമല്ല അവർക്ക് വേണ്ടത്. ആണുങ്ങളെപ്പോലെ നെഞ്ചു വിരിച്ച് നിന്ന് പറയണമായിരുന്നോ പറ്റില്ല എന്ന്. അതിനുള്ള തൻ്റെ ഇടം അവർക്കില്ലാതെ പോയി. 2 പേരും പരസ്പരം പഴിചാരാനും തെറി വിളിക്കാനുമല്ലാതെ മറ്റെന്തിനു കൊള്ളാം സതീശനെയും സുധാകരനെയും. ഈ പാർട്ടിയിൽ തൻ്റെ ഇടത്തോടെ നട്ടല് വളയ്ക്കാത്ത ചില നേതാക്കന്മാർ മുൻപുണ്ടായിരുന്നു. PT ചാക്കോ, CM ശിവൻ, K കരുണാകരൻ തുടങ്ങിയ നേതാക്കളുണ്ടായിരുന്നു ഒരു കാലത്ത്. അതൊക്കെ ഒരു കാലം. അവർക്ക് പകരം അവരെയുള്ളൂ. ഇപ്പോഴത്തെ കൊങ്ങികൾ 7 അയലത്ത് വരുമോ? കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങൾ കോൺഗ്രസ് എന്ന പാർട്ടിയെ നശിപ്പിക്കുകയാണ്. സ്വന്തം അധികാരത്തിന് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി. എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ പാർട്ടി ഇല്ലാതാക്കുകയാണ്. ഒരു യുവതലമുറയെ ചതിക്കുകയാണ് നിങ്ങൾ. നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തി നോക്ക്.
ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും. സതീശ, സുധാകര, നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികൾ പൊറുക്കില്ല. കാലം കാണിച്ചു തരും. ഈ പാർട്ടിയുടെ അന്തകരാണ് നിങ്ങളെന്ന് എഴുതി വയ്ക്കുന്ന ഒരു ദിവസം ഉണ്ടാകും, ഉറപ്പാണ്.